ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ വിവാഹത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞു തുടങ്ങിയത് വൈവാഹിക തടസ്സങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഇന്നലെയും ഒരു അമ്മ വിളിച്ചു, മകളുടെ വിവാഹം നടക്കാത്തതിനെ സംബന്ധിച്ച വേദനയോടെ. പലപ്പോഴും യുവതിയുവാക്കളും മാതാപിതാക്കളും വിവാഹം നടക്കാത്തതിനെ സംബന്ധിച്ചുള്ള നീറുന്ന വേദന പങ്കുവയ്ക്കാറുണ്ട്. അത്തരം വേദനകൾക്ക് പരിഹാരമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധിയായ പ്രാർത്ഥനാ ക്യാപ്സൂളുകൾ വരുന്നുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനു മുൻപ് വൈവാഹിക തടസ്സത്തിനുള്ള കാരണങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നമുക്ക് കാണാൻ പറ്റണം. എപ്പോഴും എന്നും പിശാച് കൊണ്ടിരുന്ന പ്രവൃത്തിയാണെന്നും എല്ലാം ദൈവാനുഗ്രഹമില്ലാത്തതിനാലാണെന്നും ചിന്തിപ്പിക്കുന്ന ഒരു പതിവാണ് നമുക്കുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നത്തെ കാരണമറിഞ്ഞ് മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. നാം ഒരു സാമൂഹ്യ ബന്ധത്തിനകത്താണ് ജീവിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവയൊക്കെ പരിഹരിക്കാതെ അവയുടെ നേരെയൊക്കെ കണ്ണടച്ച് ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ നാം നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ പോവുകയാണ്. ദൈവം നമുക്ക് സ്വതന്ത്രമായ മനസ്സും ഇച്ഛാശക്തിയും നൽകിയിട്ടുണ്ട്. ആ സ്വതന്ത്രമായ മനസ്സും ഇച്ഛാശക്തിയും ദൈവേഷ്ടത്തിന് അനുഗുണമായി നാം പ്രയോഗിക്കുമ്പോഴാണ് ജീവിതത്തിൽ അത് അർത്ഥപൂർണ്ണമായിട്ട് മാറുക. വിവാഹം ഒരു ജൈവിക ബന്ധമാണ്, ഒരു ദൈവിക ബന്ധമാണ്. ദൈവിക ബന്ധം എന്ന നിലയ്ക്ക് അവിടെ പങ്കുവെപ്പിന്റെ ഒരു തലമുണ്ട്. ജൈവിക ബന്ധം എന്ന നിലയ്ക്ക് മാനവികതയുടെ ഒരു തലവിനുണ്ട്. ജീവിത പ്രശ്നങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ മാനുഷികമായി പരിഹരിക്കേണ്ടതിനെ അങ്ങനെ പരിഹരിച്ചു പോകാൻ നമുക്ക് കഴിയണം. നാം പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് എന്ന് അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റണം. ദൈവം നമ്മെ മുൻകൂട്ടി അനുഗ്രഹിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. മനുഷ്യൻ ബന്ധങ്ങളിലല്ലാതെ പോകുമ്പോൾ ഏകനായി പോകും. ഒരു ബന്ധത്തിനകത്താണ് സ്നേഹം പുറപ്പെടുക. ദൈവം സ്നേഹമാകുന്നു. ഈ സ്നേഹം പുറപ്പെടാതെ പോകുമ്പോൾ ദൈവം നമ്മിൽ ഇടപെടുന്ന ഒരാളായി തിരിച്ചറിയാൻ പറ്റാതെ പോകും. ഈ ഇടപെടുന്നയാളുടെ സാന്നിധ്യം, സഹവാസം ജീവിതത്തിൽ അനുഭവിക്കാൻ രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പ്രണയമെന്നും സ്നേഹമെന്നും ഒക്കെ നാം പറയുന്നത്. വിവാഹ തടസ്സം നീങ്ങാൻ നാം പ്രാർത്ഥിക്കേണ്ടത് നിശ്ചയമായും ആവശ്യമുള്ള കാര്യമാണ്. കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത കാരണങ്ങൾ അവരുടെ പിന്നിലുണ്ടാകാം. മാത്രമല്ല, ദൈവാനുഗ്രഹത്തിന്റെ പക്ഷത്താണ് നമ്മളെന്നും ദൈവം നമ്മെ അനുഗ്രഹിച്ചുവെന്നും ദൈവത്തിൽ നിന്നാണ് എല്ലാ ബന്ധവുമെന്നും തിരിച്ചറിയുമ്പോഴാണ് മാനുഷികതയുടെ പരിമിതികൾ അതിലംഘിച്ച് നമുക്ക് സ്നേഹബന്ധത്തിൽ പുരോഗമിക്കാൻ പറ്റുക. മുൻകാലങ്ങളിൽ വൈവാഹിക തടസ്സം ഇത്രമേൽ രൂക്ഷമായിരുന്നില്ല. ആധുനിക കാലത്താണ് ഇത് രൂക്ഷമായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് പഴയ ജീവിത വ്യവസ്ഥയ്ക്കകത്ത് വിവാഹ ബന്ധങ്ങൾ തടസ്സപ്പെടാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. പണ്ട് കുടുംബം നിലനിന്നത് ഒരു കൂട്ടുകുടുംബം എന്ന നിലയ്ക്കാണ്. അവിടെ നിർവാഹക ശേഷി മാതാപിതാക്കൾക്കായിരുന്നു, അല്ലെങ്കിൽ കാരണവർക്കായിരുന്നു. മക്കൾ വിവാഹിതരാകണമെന്നും അവർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തണം എന്നുള്ളതൊക്കെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമായിരുന്നു. മക്കൾക്കതിൽ കാര്യമായ ഇടപെടലിന് അവകാശമുണ്ടായിരുന്നില്ല. കുടുംബത്തിലെ വരുമാനം, സമ്പത്തൊക്കെ കാരണവന്മാർ ആണ് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്വം, ജോലി ചെയ്യുക, അതെല്ലാം വീട്ടിലേൽപ്പിക്കുക എന്നതല്ലാതെ വ്യക്തിപരമായ ഒരു നിർവാഹക ശേഷി അന്ന് മക്കൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ നിലപാടുകളോ തീരുമാനങ്ങളോ ഒന്നും മക്കൾക്കുണ്ടായിരുന്നില്ല. വ്യക്തി എന്ന നിലയ്ക്ക് മനുഷ്യൻ പ്രബലനായിരുന്നില്ല. അണുകുടുംബം എന്ന നിലയിലേക്ക് മാറുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമായി അവരുടെ കുടുംബം മാറി. സാമ്പത്തികം, ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടത്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് മാറി. വിവാഹിതരാകണമെങ്കിൽ സ്വന്തമായ സാമ്പത്തിക ശേഷി, വീട്, സംവിധാനങ്ങൾ, ജീവിത ചുറ്റുപാടുകൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള കഴിവൊക്കെ വേണമെന്ന് നിലകൊന്നു. ജീവിത പങ്കാളിയെ വേണമെന്നുള്ളത് ദൈവികമായൊരു പ്രേരണയും ജൈവികമായൊരു ആവശ്യവുമാണെങ്കിലും അത് ഒരു ഭാരപ്പെട്ട ഒന്നായിട്ട് ഇപ്പോൾ മാറാൻ തുടങ്ങി. ഇപ്പോൾ വ്യവസ്ഥാപരമായുണ്ടായ മാറ്റം ഇന്ന് അനുഭവപ്പെടുന്ന തടസ്സത്തിന് ഒരു കാരണമായിട്ട് പിന്നിലുണ്ട്. അതൊരു കുറവോ മോശപ്പെട്ട കാര്യമായിട്ടല്ല, പക്ഷേ മാനവ പുരോഗതിയുടെ ഈ ഘട്ടത്തിൽ ഈ പറയുന്ന ധാരണകളും വ്യവസ്ഥയിലുണ്ടായ മാറ്റവും ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയണം. വിവാഹം ഹൃദയപരമായൊരു ബന്ധമാണെന്നതിന്റെ സ്ഥിതി വിട്ട് ഒരു സാമ്പത്തിക ബന്ധം കൂടിയാണെന്ന്, സാമൂഹികമായ ദുരാചാരമാണെന്ന് പറഞ്ഞിട്ടും രാഷ്ട്രം നിരോധിച്ചിട്ടും സ്ത്രീധനം എന്ന വിപത്ത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രബലമാണ്. കിട്ടുന്നവനും കൊടുക്കുന്നവനും ഒരേപോലെ പങ്കാളികളായ ഒരു കുറ്റകൃത്യമാണ് സ്ത്രീധനം. അതിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. കിട്ടാത്തതിന്റെ പരാതിയുള്ളവരും കൊടുക്കാൻ പറ്റാത്തതിന്റെ വൈഷമ്യമുള്ളവരും നമ്മുടെ ചുറ്റുപാടും നിരവധിയായിട്ട് നമുക്ക് കാണാം. അത് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിലാണോ എന്ന് നാം ചിന്തിക്കണം. സ്ത്രീധനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് പ്രബലമായിട്ട് ഇപ്പോഴും ഉള്ളത് നമ്മുടെ വിശ്വാസ സമൂഹത്തിനകത്താണോ എന്നുള്ളത്
ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ വിവാഹം നടക്കാത്ത നിരവധിയായ പെൺകുട്ടികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ സ്ത്രീധനം വാങ്ങാൻ മാത്രം ശേഷിയുള്ള സാമ്പത്തിക നിലയില്ലാത്ത ആൺകുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ മുൻപിൽ വിവാഹത്തിന്റെ തടസ്സമായി നിൽക്കുന്നത് സാമ്പത്തിക രംഗമാണ്. ഒരു പഴയ ലോകത്ത് പുരുഷന്മാർ അധ്വാനിക്കുന്നവരും സാമൂഹ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരും അതിന് നേതൃസ്ഥാനമുള്ളവരും ഒക്കെ ആയിരുന്നു. അതേസമയം സ്ത്രീകൾ അടുക്കളക്കാരികളും പേറ്റുയന്ത്രങ്ങളുമായിരുന്നു. അവിടെ പങ്കാളി എന്ന നിലയ്ക്കുള്ള ബന്ധത്തെക്കാൾ മുന്നിട്ട് വന്നത് മേലാള കീഴാള ബന്ധമായിരുന്നു. ഇന്ന് ആ പുരുഷാധിപത്യപരമായ ബലത്തിൽ നിന്ന് സമൂഹം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ഇന്ന് ആലോചന നടക്കുമ്പോൾ ഈ ആധിപത്യക്രമത്തിന് ഒരു പങ്കുമില്ലാതെ വരുന്നു. നേരത്തെ പെൺകുട്ടിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പെൺകുട്ടിക്ക് അഭിപ്രായം ഉണ്ടാകുന്നു. അവൾ വിദ്യാഭ്യാസമുള്ളവളാണ്, അവൾ ജോലി ചെയ്യുന്നവളാണ്, സാമൂഹ്യമായി അംഗീകരിക്കപ്പെടാൻ പുരുഷനോട് തുല്യനില തങ്ങൾക്കുമുണ്ട് എന്ന ബോധം ഇന്ന് സ്ത്രീകൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മുൻപെന്ന പോലെ എല്ലാവരും പറയുന്നത് കേട്ട് അനുസരിക്കുക എന്നതിനേക്കാൾ സ്വന്തം ഇഷ്ടവും താല്പര്യവും എന്താണെന്ന് പറയാൻ ഒരു പെൺകുട്ടിക്ക് അവകാശമുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവൾ കീഴ്പ്പെടുന്നില്ല, അവൾ കീഴ്പ്പെട്ട് കൂടാ എന്നത് ആധുനിക ലോകം അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ അടിച്ചേൽപ്പിക്കൽ വിവാഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എളുപ്പമല്ല. വിവാഹത്തെ പൊതുവിൽ ചെറുപ്പക്കാർ ഭയപ്പെടുന്നത് അതിന്റെ പിന്നിൽ വന്നിട്ടുള്ളൊരു സാമ്പത്തികമായ ഭാരമാണ്. മുൻകാലങ്ങളിൽ കുടുംബ ബന്ധങ്ങൾക്കകത്തായിരുന്നല്ലോ, കൂട്ടുകുടുംബത്തിനകത്തായിരുന്നു. ഇപ്പോൾ സ്വന്തമായി വീട് വേണം, ചെലവുകൾ നടത്തണം, മക്കൾ ഉണ്ടാവും, അവരുടെ കാര്യങ്ങൾ നോക്കണം, ഭാരിച്ച ചെലവുകളാണ് മുമ്പിൽ വരുന്നത്. സാമ്പത്തികമായി എങ്ങനെ മുൻപോട്ട് പോകുമെന്ന ഭയത്തിലാണ്. മാത്രമല്ല, തൊഴിലില്ലാത്തവരായി കോടാനുകോടി മനുഷ്യർ അലയുന്നൊരു നാടാണ് നമ്മുടേത്. ഇപ്പൊ തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ സാമ്പത്തികമായ ഔന്നിത്യമുള്ളവർക്കേ സാധിക്കൂ. അതുകൊണ്ട് ജീവിക്കണമെങ്കിൽ ഒരു നിലവാരം വേണം. ആ നിലവാരത്തിനൊത്തുയരാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ശേഷി തങ്ങൾക്കുണ്ടോ എന്ന് ആൺകുട്ടികളും അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് പെൺകുട്ടികളും ചിന്തിക്കും വിധം സമ്പത്ത് വൈവാഹിക ബന്ധങ്ങളെ നിർണയിക്കാൻ തുടങ്ങി. അത് ഒരു തടസ്സമായി നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. വ്യക്തിപരമായ ഒരു ചുറ്റുപാട് വളർന്നിട്ടുണ്ട്. പണ്ട് കിട്ടുന്നയാളെ ഇഷ്ടപ്പെടണം എന്നൊരു നിലയായിരുന്നു. ഇപ്പോൾ ഇഷ്ടപ്പെടുന്നയാളെ കിട്ടണം എന്നൊരു ദൃഢത യുവതി യുവാക്കൾക്കിടയിൽ ശക്തമായിട്ടുണ്ട്. അതൊരു തെറ്റായ കാര്യമാണെന്നല്ല, പക്ഷേ അതെല്ലാം ഭൗതികതയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളിലായി പോകുന്നു. ഇഷ്ടങ്ങൾ, സമ്പത്ത്, സാമൂഹ്യമായ നില, പ്രശസ്തി, സൗന്ദര്യം, അങ്ങനെ മാനുഷിക മൂല്യങ്ങളായി കാണുന്ന കാര്യങ്ങൾ, മനുഷ്യന്റെ ദൃഷ്ടിക്ക് ഗോചരമാകുന്ന കാര്യങ്ങളാണ് ഇഷ്ടത്തിന് നിദാനമായിട്ട് മാറുക എന്നൊരു നില വന്നു. അത് ഒരു വ്യക്തിപരമായുണ്ടായ വളർച്ചയ്ക്കൊപ്പം ഉണ്ടായ ഒരു എതിർഫലം കൂടിയാണ്. വ്യക്തി എന്ന ഭാവം വന്നപ്പോൾ തൻ്റെ അഭിപ്രായമാണ് ഏറ്റവും വലുത് എന്നൊരു നിലയ്ക്ക് ഒരു ബലം വ്യക്തികൾ സ്വീകരിക്കാൻ തുടങ്ങി. താൻ പറയുന്നതാണ് ശരി, തൻ്റെ അഭിപ്രായമാണ് നിലനിൽക്കേണ്ടത് എന്നൊരു ശാഠ്യം സ്വാഭാവികമായും നമ്മിൽ രൂഢമൂലമായി. വിവാഹം ഒരു പങ്കുവെപ്പിന്റെ വേദിയാണ്. തൻ്റെ സ്വാർത്ഥം നിറവേറണമെന്നും തൻ്റെ അഭിപ്രായത്തിൽ നിലകൊള്ളണമെന്നും വരുമ്പോൾ ഈ ബന്ധത്തിലേക്ക് ചാടാൻ, ഒരു കയത്തിലേക്ക് ചാടുന്ന ഭയമാണ് ആന്തരികമായി യുവതി യുവാക്കളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. പിന്നെ വിവാഹം പല ഉപാധികളുടെ മാർഗമായിട്ട് മാറി. ഇപ്പോൾ വിദേശത്ത് ജോലിയുള്ള ആളെ കല്യാണം കഴിക്കണം, ജോലിയുള്ള പങ്കാളിയാണ് ആവശ്യം, അതല്ലെങ്കിൽ ഇന്ന സൗന്ദര്യമുള്ള വ്യക്തിയാണ് വേണ്ടത്, ഇന്ന രീതിയിലാണ് വേണ്ടത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ജൈവികത നഷ്ടപ്പെടുകയും ഹൃദയപരമായ ബന്ധം നഷ്ടപ്പെടുകയും ദൈവികമായി ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യത്തിൽ നിന്ന് മാറുകയും നമ്മൾ നമ്മുടെ സ്വാർത്ഥ പൂർത്തീകരണത്തിനായി വിവാഹം ചെയ്യുന്ന സ്ഥിതി വന്നു. വിദേശത്ത് പോകാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അയാൾ കല്യാണം കഴിക്കുന്നത് പെൺകുട്ടിയല്ല, ഈ വിദേശത്തെയാണ്. സമ്പത്ത് നേടാൻ വേണ്ടി സ്ത്രീധനം കിട്ടുമെന്ന് വിചാരിച്ച്, സമ്പത്തുണ്ടെന്ന് വിചാരിച്ച് വിവാഹം ചെയ്യുമ്പോൾ സമ്പത്തിനെയാണ് കിട്ടുന്നത്, പെൺകുട്ടിയെ അല്ലാണ്ടായി. അതായത് വ്യക്തി സ്നേഹം പങ്കുവെക്കേണ്ട വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ കേവലം സമ്പത്ത് കേന്ദ്രീകൃതമായ ഒന്നാക്കി മാറ്റി വസ്തുവൽക്കരിക്കുന്ന ഒരു പ്രവണതയുണ്ടായി. അത് വിവാഹബന്ധത്തിന്റെ സുതാര്യതയെ അല്ലെങ്കിൽ വിവാഹബന്ധത്തിന്റെ ജൈവികമായ സാധ്യതയെ തള്ളിക്കളയുന്ന ഒന്നായിട്ട് മാറിയിട്ട് ആധുനികത ഒരു പ്രശ്നമാണ്. ആധുനികത യഥാർത്ഥത്തിൽ വേണ്ടത് ഉപകരണാത്മകമായിട്ടല്ല. നമ്മളിപ്പോ ആധുനികമായ എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കുന്നു, ശാസ്ത്രീയമായ പുരോഗതിയുടെ എന്തൊക്കെ സാധ്യതകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ആധുനികതയുടെ ലക്ഷ്യമായിട്ട് കാണുന്നത്. ആധുനികത സാഹോദര്യത്തിൽ ഉറച്ചൊരു ബന്ധമാണ്. സ്നേഹത്തിൽ പൂർത്തിയാകേണ്ട ഒരു നിലപാടിനെ കുറിച്ചാണ് ആധുനികത പറയുന്നത്. പക്ഷേ നമ്മൾ സ്വാർത്ഥപൂർത്തീകരണത്തിനത് മാറ്റി ഈ ഉപകരണാത്മകതയെ നമ്മൾ പിൻചൊല്ലുന്നു. യഥാർത്ഥത്തിൽ
സ്നേഹത്തിലുണ്ടാകേണ്ട പുരോഗതിയും മനുഷ്യർ തമ്മിൽ പരസ്പരം കൊടുക്കേണ്ട ബഹുമാനവും അംഗീകാരവും മനുഷ്യ മഹത്വത്തിന്റെ ഇടവുമാണ് ജീവിതം എന്ന കാര്യം മറന്നുപോയതും യഥാർത്ഥത്തിൽ വിവാഹത്തിന്റെ ജൈവികവും ദൈവികവുമായ ബന്ധങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ആധുനികരെന്ന് അവകാശപ്പെടുമ്പോഴും ഉപഭോഗപരമായിട്ടാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഉപയോഗിക്കാനുള്ള ആളായിട്ട്, ഒരു കമ്മോഡിറ്റി ആയിട്ട് അവരെ കാണുന്ന നില വന്നു. പങ്കാളിമാർ തമ്മിൽ ഈ ഉപകരണാത്മകമായ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും യഥാർത്ഥ പ്രണയത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ഉയരാൻ പറ്റാതെ വരുന്നു. അവിടെയാണ് ഈ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഒരു തടസ്സം, ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആധുനികത ഒരു തടസ്സമായിട്ട് മാറുന്നു. അടുത്തത് മാനസിക പ്രശ്നങ്ങളാണ്. മാനസികമായ ചില വൈകല്യങ്ങൾ, ചില കുറവുകൾ അവരെ സ്വീകരിക്കാൻ തടസ്സമായിട്ട് നമുക്കുണ്ടാവും. വിവാഹത്തെ ഭയക്കാൻ കാരണമാവും. മാനസികമായ തലം മനസ്സിലാക്കാതെ പോകുന്നതിൽ അർത്ഥമില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടത് ആവശ്യമാണെന്നറിയാം, അതേസമയത്ത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എത്ര പേരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? അവരെ ഉൾക്കൊള്ളാൻ പറ്റുമോ? അവരെ സ്വീകരിക്കാൻ പറ്റുമോ? ഈ മനോഭാവം മാനസിക തലത്തിലുണ്ടായ വൈകല്യം മൂലം പലപ്പോഴും തകർന്ന നിലയിലാണ്. ഒരാളെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ തടസ്സം നിൽക്കും വിധം ഞാനെന്ന ബോധം ശക്തി പ്രാപിച്ചിട്ടുണ്ട് മാനസിക നിലയിൽ. ഇത് വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടാൻ ഒരുങ്ങുന്നവർക്ക് ഒരു തടസ്സമായി അവരുടെ മുമ്പിൽ നിൽക്കും. ഇഷ്ടമുണ്ട്, കല്യാണം കഴിക്കണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല എന്നൊരു നില വരും. സാധാരണ ഇത് പിശാചാണെന്നാണ് പറയുക. യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഒരു വൈകല്യമാണ്. യുവതിയുവാക്കൾ ഇങ്ങനെ വിവാഹിതരാകാതിരിക്കുമ്പോൾ മാതാപിതാക്കൾ അത്ഭുതപ്പെടുകയും വിലപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം. വിവാഹിതരായ ആദ്യ നാളുകളിൽ ഈ മാതാപിതാക്കൾക്ക് വിവാഹം ഒരു അബദ്ധമായിട്ട് തോന്നാം, പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്തത് വരാം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് ഈ കുട്ടി ജനിക്കുന്ന കാലത്തൊക്കെ വിവാഹബന്ധത്തെ ശപിക്കുകയും ഇത് ഇഷ്ടമില്ലായിരുന്നു, ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും ആ കുഞ്ഞിലേക്ക്, അതിൻ്റെ ആദ്യ മനസ്സിലേക്ക് കടന്നു വരുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ ഈ വൈകല്യങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായും പ്രായപൂർത്തി വരുമ്പോൾ കുട്ടിയിലും അത് പ്രകടമാകാൻ തുടങ്ങും. എപ്പോഴാണ് മാതാപിതാക്കൾ ഈ വേദന അനുഭവിച്ചത്? പ്രത്യേകിച്ച് ഗർഭിണിയായ കാലാവസ്ഥയിൽ. കുട്ടികളെ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് അമ്മ അനുഭവിക്കുന്ന വ്യാകുലങ്ങൾ, സ്നേഹം കിട്ടാത്ത അവസ്ഥ, ഈ ബന്ധം വേണ്ടായിരുന്നു എന്ന ചിന്തകൾ, നിരാശ, അതെല്ലാം ഈ കുഞ്ഞിലേക്ക് പകരാനിടയാവും. പിന്നീട് ഈ സ്ത്രീ അതെല്ലാം മറികടന്ന് ജീവിതത്തിലേക്ക് വരും. പക്ഷേ കുഞ്ഞിലേക്ക് ആദ്യം കിട്ടിയ മനസ്സ് അതിന്റെ അബോധ മനസ്സിൽ കിടക്കും. അതുകൊണ്ട് സുബോധം കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിക്കുമ്പോഴും അബോധം പിൻവലിക്കാൻ തുടങ്ങും. ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത, ആരെ കണ്ടാലും ഇഷ്ടപ്പെടാൻ പറ്റാത്ത, ഒന്നും സ്വീകരിക്കാൻ പറ്റാത്തൊരു നിലയിലേക്ക് വരും. അതുകൊണ്ട് വിവാഹബന്ധങ്ങൾ തടസ്സപ്പെടാനിടയുണ്ട്. സാധാരണ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് പെൺകുട്ടികളെ അപ്പൻ സ്നേഹിക്കുന്നത്, പിതാവ് സ്നേഹിക്കുന്നത് ഒരു പരിധി മതി എന്നൊക്കെ നമ്മുടെ ഒരു ധാരണയുണ്ട്. പിതാവ് പെൺകുട്ടിയെ സ്നേഹിക്കാത്തത് കൊണ്ടും മാതാവ് ആൺകുട്ടിക്ക് സ്നേഹലാളനങ്ങൾ നൽകാത്തത് കൊണ്ടും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, ഈ പെൺകുട്ടി എപ്പോഴും പുരുഷത്വത്തെ അങ്ങനെ തന്നെ വെറുക്കാൻ തുടങ്ങും. പുരുഷനൊന്നും സ്നേഹം പ്രതീക്ഷിക്കാൻ പറ്റാതെ. സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടിക്ക്, ഇനി ആൺകുട്ടിയോ, ആൺകുട്ടിക്ക് സ്ത്രീ എപ്പോഴും ഈ സ്നേഹത്തിന്റെ ലാളന തന്നിൽ നൽകിയ ഒരാളായിരിക്കില്ല. അതുകൊണ്ട് പുരുഷനെ സ്വീകരിക്കാനും സ്ത്രീയെ സ്വീകരിക്കാനും യുവതിവാക്കൾക്കിടയ്ക്ക് ഒരു വലിയ മടി, ഒരു സ്വീകരിക്കാൻ വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും, സ്നേഹം സ്വീകരിക്കാൻ. ഇനി ഓരോ യുവതിവാക്കളിലും തങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? ഇപ്പൊ പെൺകുട്ടിക്ക് തന്റെ പിതാവിൽ നിന്നാണ് സങ്കല്പം ഉണ്ടാകുന്നത്. പിതാവിന്റെ നടപടികൾ ദുഷ്കൃത്യങ്ങളാണെങ്കിൽ നിശ്ചയമായിട്ടും ആ പെൺകുട്ടിക്ക് വേറൊരു പുരുഷനെ സ്വീകരിക്കാൻ കഴിയില്ല. അതുപോലെ ആൺകുട്ടിക്ക് അമ്മയെ സംബന്ധിച്ചും ഉണ്ടാവും ഈ അമ്മയെ സംബന്ധിച്ച്. ആൺകുട്ടി അമ്മയെ സംബന്ധിച്ചിട്ടാണ് ഒരു പങ്കാളിയെ തന്റെ മനസ്സിൽ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ അമ്മയിൽ നിന്ന് തനിക്ക് കിട്ടിയുള്ള ദുരനുഭവങ്ങൾ ഏത് തരത്തിലാണോ അത് ഈ പെൺകുട്ടിയിൽ കാണാൻ ഇടയാകുമെന്നതിനാൽ, അമ്മയാണ് സങ്കല്പത്തിൽ നിൽക്കുന്നതിനാൽ ഒരു പെൺകുട്ടിയെ സ്വീകരിച്ചാൽ ഇപ്രകാരമാകും എന്നൊരു ചിന്ത കീഴ്പ്പെടുത്താനിടയുണ്ട്. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ മനസ്സിലാക്കണം, തങ്ങളുടെ മക്കൾ തങ്ങളുടെ പങ്കാളിയായി കാണുന്നത് ഈ മാതാപിതാക്കളുടെ രൂപത്തിലുള്ളൊരു സങ്കല്പത്തെയാണ്. ആ സങ്കല്പത്തെ സംബന്ധിച്ച അവരുടെ തെറ്റായ ധാരണകളോ അവരുടെ ധാരണകൾ അവരെ ഭരിക്കാനിടയുണ്ട്. അങ്ങനെയാണെങ്കിലും ബന്ധത്തിൽ പുരോഗമിക്കാൻ അവർക്ക് കഴിയാതെ പോകും. ബാല്യകാലം മുതൽ കുട്ടികളെ വളരെ മോശമായിട്ട് അടിച്ചമർത്താനാണ് നമ്മുടെ കുടുംബങ്ങളിൽ ശ്രമിക്കുക. ആൺകുട്ടിയോട് പറയും നീ ഒരു പെണ്ണിനെ പോലെയാണ്, പെൺകുട്ടിയോട് പറയും നീ ഒരു ആണിനെ പോലെയാണ്.
ഇതെന്തോ കുഴപ്പം പിടിച്ച ഏർപ്പാടാണെന്ന നിലയ്ക്ക് ആദ്യം മുതലേ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ശരീരത്തെ സംബന്ധിച്ച ബോഡി ഷേമിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും ആത്മവിശ്വാസം തകരുമെന്ന് മാത്രമല്ല, താൻ എന്തായിരിക്കുന്നു എന്നത് ഒരു കൊടുക്കലിനുള്ള സാധ്യതയായിട്ട് തിരിച്ചറിയാൻ കഴിയാതെ പോകും. താൻ ഒരാണാണ്, താൻ ഒരു പെണ്ണാണ്, താൻ ആണായിരിക്കുന്നത് തൻ്റെ സ്നേഹം ഒരു പെണ്ണിന് കൊടുക്കാൻ വേണ്ടിയാണ്, താൻ പെണ്ണായിരിക്കുന്നത് തൻ്റെ സ്നേഹം ഒരു ആണിന് കൊടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനൊരു ബന്ധത്തിലേക്കുള്ള വളർച്ചയുണ്ട് ജീവിതത്തിനെന്ന് അംഗീകരിക്കാൻ പറ്റാതെ പോകും. സ്വന്തം ശരീരത്തെ പോലും പെടാൻ കഴിയാത്ത രീതിയിൽ വെറുക്കുന്ന രീതിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ തടസ്സമായിട്ട് മാറും. വിവാഹത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആന്തരിക മനസ്സ് പ്രേരിപ്പിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ കുടുംബ കലഹങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകളൊക്കെ നല്ലതാണ്. പക്ഷെ കുടുംബ കലഹങ്ങളിൽ എപ്പോഴും പങ്കാളിയെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, പങ്കാളിയുടെ മേൽ അപമാനകരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്വഭാവം, ഇങ്ങനെ വരുമ്പോൾ ഈ ബഹുമാനമില്ലാത്ത, സ്നേഹം പകരാൻ കഴിയാത്ത ബന്ധത്തെ കുട്ടികൾ വെറുക്കാൻ തുടങ്ങും. അതുകൊണ്ട് യുവതി യുവാക്കൾ അപ്രകാരമുള്ള സാഹചര്യങ്ങളിലും ദാമ്പത്യത്തിന് എതിരായി നിൽക്കും. അവരുടെ മനസ്സ് അവർ പോലും അറിയാതെ, അവരുടെ ഉപബോധം അവരെ നിർബന്ധിക്കും. ഈ ബന്ധം അപകടകരമാണ്, ഇതിലേർപ്പെടേണ്ടതില്ല. ഇനി ആത്മീയമായ കാരണങ്ങളുണ്ട്. അത് വിവാഹം ഒരു പങ്കുവെപ്പിന്റെ കൂതാശയാണ്. അപ്പൊ പങ്കുവെക്കാനാണ്, എന്നെ തന്നെ കൊടുക്കാൻ വേണ്ടിയാണ്, എന്നെ ഉപേക്ഷിച്ച് അവരെന്നെ വേണ്ടി ആയിത്തീരാനാണ്. സ്വാഭാവികമായും അഹങ്കാരം നമ്മളുണ്ടാകുമ്പോൾ അത് സാധ്യമല്ലാതെ വരും. അതേപോലെ തന്നെ സ്വാർത്ഥത നമുക്ക് ഏറുമ്പോൾ, ഇഷ്ടത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകുമ്പോൾ സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകും. അത് പങ്കുവെപ്പിൽ നമ്മെ പിന്നോട്ട് വലിക്കാൻ തുടങ്ങും. അതേപോലെ ഭയം, ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്നും തന്റെ പങ്കാളിയെ താൻ ദൈവത്തെ പ്രതിയാണ് സ്വീകരിക്കുന്നതെന്നും ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് ചിന്തിക്കാതെ വരുമ്പോൾ പങ്കാളിമാർ തമ്മിലുള്ള ബന്ധത്തെ ഭയക്കാൻ തുടങ്ങും. ഇത് അപകടമാകുമോ എന്ന ചിന്തയുണ്ടാവും. മാത്രമല്ല ചിലപ്പോൾ ഒക്കെ നിരാശയിലേക്കും, തന്നെ ഇതിനൊന്നും കൊള്ളില്ല എന്നൊരു നിരാശയിലേക്കും നിബന്ധിക്കാനിടയുണ്ട്. ഈ നിരാശയും ഭയവും സ്വാർത്ഥതയും അഹങ്കാരവും ഒക്കെയാണ് പൈശാചിക തിന്മകൾ. ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ കീഴടക്കാൻ തുടങ്ങുമ്പോൾ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാൻ യുവതി യുവാക്കൾക്ക് തടസ്സം വരും. അതേപോലെ തന്നെ വൈവാഹിക ബന്ധങ്ങളിൽ പുരോഗമിക്കാനും തടസ്സമായി മാറും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാര്യം ആദ്യം മനസ്സിലാക്കണം. കാര്യം മനസ്സിലാക്കിയിട്ട് ദൈവം നമ്മെ പരിപാലിക്കുന്നുണ്ടെന്നും വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ടെന്നും ആ വ്യക്തിപരമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നത് മറ്റുള്ളവരെ നാം സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുക എന്നൊരു ബോധ്യവും നമുക്കുണ്ടാകണം. അതാണ് യഥാർത്ഥത്തിൽ ആത്മീയമായി ഉണ്ടാകേണ്ടത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ്. മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനുഷിക സ്നേഹമാണ്. അതിന് പരിമിതിയൊക്കെ ഉണ്ടാകാം. പക്ഷെ നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ദൈവിക പ്രവൃത്തിയാണ്. ആ ദൈവിക പ്രവൃത്തിയിലൂടെയാണ് ദൈവാനുഭവത്തിലേക്കും പൂർണ്ണതയിലേക്കും നമുക്ക് ഉയരാൻ കഴിയുക. ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു ജൈവികമായ ബന്ധമാണ്, ഒരു ദൈവികമായ ബന്ധമാണ്. എന്തെങ്കിലും ഉപാധി അതിനുണ്ടായാൽ, എന്തെങ്കിലും ഒരു താല്പര്യം അതിന്റെ പിന്നിലുണ്ടായാൽ അത് അവാസ്തവികമാകും. അത്തരം ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഹൃദയം നമ്മെ തടയും. ബാഹ്യമായി നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ആന്തരികമായ തടസ്സം നേരിടും. അതുകൊണ്ടാണ് പലപ്പോഴും വിവാഹ ബന്ധങ്ങൾ തടസ്സപ്പെടാനിടയാകുന്നത്. ഈ പറഞ്ഞ തടസ്സങ്ങളെ മറികടക്കാൻ യാഥാർത്ഥ്യബോധത്തോടെയാണ് നാം നിൽക്കേണ്ടത്. നാം സാമൂഹ്യമായുണ്ടായ വളർച്ചയെ കാണണം, സാമ്പത്തികമായ സ്ഥിതിയെ കാണണം. ഈ ലോകത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കകത്ത് ക്രിസ്തു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെ മാറാൻ പറ്റുമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾ ഉണ്ടെങ്കിൽ അത് കഴുകാൻ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റിയ, അമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഗർഭാവസ്ഥയിൽ അവർ ഈ കുഞ്ഞു ഉദരത്തിലായിരിക്കുമ്പോൾ, ആ കുഞ്ഞു ഗർഭത്തിൽ ഉരുവായപ്പോൾ ഉദരത്തിലായിരിക്കുമ്പോൾ 3 വയസ്സുവരെയുള്ള കാലത്ത് നമ്മുടെ മനസ്സിലുണ്ടായ എല്ലാത്തരം വിവാഹത്തിനെതിരായ ചിന്തകളെയും അന്ന് അനുഭവിച്ച ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും നിരാശയെയും ഒക്കെ തിരക്തം കൊണ്ട് കഴുകി ആ സമയത്തേക്ക് പോയി പ്രാർത്ഥിക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ മുൻകാലത്തേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. പഴയ കാലത്ത് ഒരു പ്രവൃത്തിയും തിരുത്താനും നമുക്ക് സാധ്യമല്ല. ഗർഭാവസ്ഥയിലായിരുന്ന സമയത്ത് അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ തിരുത്താനായിട്ട് മാതാപിതാക്കൾക്ക് കഴിവില്ല. എന്നാൽ യേശുക്രിസ്തുവിന് സാധിക്കും. ഹെബ്രായർ 13:8 പറയുന്നു, യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരുവൻ തന്നെയാണ്. കുട്ടിയുടെ ബേസിക് മൈൻഡിൽ, അബോധ മനസ്സിൽ അന്ന് അമ്മ അനുഭവിച്ച വേദനയിലൂടെ കടന്നുകൂടിയിട്ടുള്ള നിരാശ, ജീവിത വിരക്തി, ദാമ്പത്യ ബന്ധത്തോടുള്ള അകലം, ആരെയും സ്വീകരിക്കാൻ കഴിയാത്ത മനോഭാവം, അവയൊക്കെ തിരുത്താൻ ഇപ്പോ ഈശോയ്ക്ക് സാധിക്കും. അതുകൊണ്ട് അമ്മമാർ പ്രത്യേകിച്ചും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർത്ത്, യേശുവിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് അകമേയുള്ള കർത്താവിനോട് ഈ ഭൂതകാലത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. എന്നിട്ട് ആ പഴയ സംഭവങ്ങളെ ഓർക്കുക.
ഭാര്യ ഭർത്താവിൽ നിന്ന് അനുഭവിച്ചതോ കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചതോ ആയ അസ്വസ്ഥതകൾ, സങ്കല്പങ്ങൾ തകർന്നതിന്റെ വേദനകൾ, അങ്ങനെ ഹൃദയത്തിനകത്ത് ദാമ്പത്യത്തെ സംബന്ധിച്ച് നിഷേധാത്മകമായിട്ടുള്ളതെല്ലാം തിരുരക്തം കൊണ്ട് കഴുകണമേ. കുട്ടിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും കുട്ടിയുടെ മനസ്സ് സൗഖ്യപ്പെടുന്ന അനുഭവം ഉണ്ടാവും. എന്തിനാണ് ഇത്തരത്തിലൊരു കുഴപ്പം നമ്മുടെ കുട്ടിക്ക് വന്നുപെട്ടത്? അത് കൂടുതൽ ദൈവാനുഭവമുള്ളവരായി നമ്മൾ മാറാൻ വേണ്ടിയാണെന്ന് ധരിച്ചാൽ മതി. ആ കുട്ടിക്കും നമുക്കും കൂടുതൽ ദൈവാനുഭവം ഉണ്ടാവും. ഇപ്പൊ മാതാപിതാക്കൾ മരിച്ചുപോയവരോ ഇല്ലാത്തവരോ ആയ കുട്ടിയാണെന്നിരിക്കട്ടെ, വിഷമിക്കേണ്ട കാര്യമില്ല. തമ്പുരാന്റെ സന്നിധിയിരിക്കുക, മനസ്സ് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, ആന്തരികമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ഞാൻ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന നിഷേധാത്മകമായ കാര്യങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. എഫേസ്യർ 3:14 പറയും, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം യേശുക്രിസ്തുവിൽ വേരുപാകി അടിയുറയ്ക്കാൻ എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. വിവാഹ തടസ്സത്തെ സംബന്ധിച്ച കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി ദൈവിക ഇടപെടൽ അനുഭവിക്കാൻ കഴിയും വിധം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും, സൗഖ്യമുള്ളവരാക്കി നിങ്ങളെ മാറ്റും, സ്നേഹത്തിൽ പുരോഗമിപ്പിക്കും. അപ്പോ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും അറിവിനെ അതിശയിക്കുന്ന സ്നേഹം അനുഭവിക്കാൻ കഴിയും. സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ സ്നേഹം കൊടുക്കാൻ പറ്റൂ, സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റൂ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാൻ നമ്മെ ബലപ്പെടുത്താൻ പറ്റും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ജപമാല ചൊല്ലിയോ സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്, ഇപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ പങ്കാളിയെ കർത്താവെ കാട്ടിത്തരണമേ. യുവതി യുവാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പങ്കാളി എവിടെയാണ്, നിന്റെ കരങ്ങളിലാണ്, നീ കാട്ടിത്തരണമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇനി തടസ്സം നീക്കുന്ന ക്യാപ്സൂളുകളെ കുറിച്ച് പറയാം. അതിൽ ഒരു ക്യാപ്സൂൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വിവാഹം തടസ്സപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെയാണോ നിങ്ങൾക്ക് പങ്കാളിയായിട്ട് വേണ്ടത് അയാളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെ പ്രാർത്ഥിക്കണം. എത്ര ഉയരം വേണം, മീശ വേണോ, തടി വേണോ, എന്ത് ജോലി ആയിരിക്കണം, അങ്ങനെ അയാളെ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾ സങ്കല്പിക്കണം. അങ്ങനെ സങ്കല്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയാം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും അബദ്ധം പിടിച്ചൊരു പ്രസ്താവനയാണ് ഇത്. NLP പോലുള്ള ചില സങ്കേതങ്ങൾ ഉപയോഗിച്ച് പറയുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ വിജയം വരിക്കേണ്ടത്? നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, നിരന്തരമായിട്ട് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കുക, ആ പോസിറ്റീവ് തിങ്കിങ് എഴുതി വെക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ നടന്നു കിട്ടും എന്ന് പറയുന്ന ചില സങ്കേതങ്ങൾ. അത് ഈ സുവിശേഷത്തിനകത്ത് കുത്തിക്കയറ്റുകയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങളിങ്ങനെ സങ്കല്പിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നതാണ് ദാമ്പത്യ ബന്ധത്തിൽ ഏറ്റവും അപകടം. നിങ്ങൾ ഉയരമുള്ള ഒരാളെ സങ്കല്പിക്കുന്നു, വന്നു ചേരുന്നത് ഉയരം കുറഞ്ഞ ആളാണ്. നിങ്ങൾ സങ്കല്പിക്കുന്നത് തടി കൂടിയ ആളാണ്, വന്നു പെടുന്നത് തടിയില്ലാത്ത ആളാണ്. നിങ്ങൾ വെളുത്തയാളെ ആഗ്രഹിക്കുന്നു, വരുന്നത് കറുത്തയാളാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സങ്കല്പവും യാഥാർത്ഥ്യവും രണ്ടായി മാറും. സങ്കല്പത്തിലൊരു ഭർത്താവ്, യാഥാർത്ഥ്യത്തിലൊരു ഭർത്താവ്, സങ്കല്പത്തിലൊരു ഭാര്യ, യാഥാർത്ഥ്യത്തിലൊരു ഭാര്യ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടിയ ആളെ പോലും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സങ്കല്പവും വെച്ചല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിന്റെ കരങ്ങളിൽ മനസ്സ് മുഴുവൻ ഉപേക്ഷിച്ച്, നീ എനിക്കായി ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള എൻ്റെ പങ്കാളിയെ എൻ്റെ പക്കൽ അയക്കണമേ, ഇനി കണ്ടുമുട്ടാൻ ഇടയാക്കണമേ, ഞങ്ങളെ ഒന്നിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയേ പ്രാർത്ഥിക്കാവൂ. സങ്കല്പം വെച്ച് പ്രാർത്ഥിക്കരുത്. ഇങ്ങനെ സങ്കല്പം വെച്ച് പ്രാർത്ഥിച്ചാലുള്ള അടുത്ത കുഴപ്പം എന്താ? അത് ദൈവനിഷേധമായിട്ട് മാറും. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 21, 22 തിരുവചനങ്ങൾ നമുക്ക് കാണാം. ദൈവം ആദത്തെ ഗാഠനിദ്രയിലാഴ്ത്തി. എന്തിനാണ് ദൈവം ഗാഠനിദ്രയിലാഴ്ത്തിയത്? അതിനു മുമ്പ് ദൈവം ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെയും അവന്റെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം നന്നായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു, അവയ്ക്ക് പേരിട്ടു. പക്ഷേ അവയൊന്നും തൻ്റെ ഭാഗമാണെന്ന് അവൻ പറഞ്ഞില്ല. മനുഷ്യന് ഇവയൊന്നും സ്വീകരിക്കാൻ കഴിയുന്നില്ല. ദൈവം അവനെ ഉറക്കിക്കിടത്തിയിട്ട് അവൻ്റെ ഒരു ഭാഗമെടുത്ത്, ഭാര്യയില്ലെന്നാണ് സാധാരണ ബൈബിളിൽ കാണുക, യഥാർത്ഥത്തിൽ ഒരു ഭാഗമെടുത്ത് സ്ത്രീക്ക് രൂപം നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എന്തിനാണ് ദൈവം ഇങ്ങനെ ഉറക്കിക്കിടത്തിയത്? ബോധത്തോടെ ആണെങ്കിൽ മനുഷ്യൻ തൻ്റെ പങ്കാളി ആരായിരിക്കണമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞേനെ, ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചേനെ. ഗാഠനിദ്രയിലായിരുന്നപ്പോൾ, അവന് മനസ്സ് പ്രവർത്തനരഹിതമായിരുന്നപ്പോൾ അവനിൽ നിന്നെടുത്ത ഭാഗം കൊണ്ട് തന്നെ അവനൊരു ഇണയെ അവിടെ നിന്ന് നൽകി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഇത് മാനുഷിക പ്രവൃത്തിയല്ലെന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മൾ ബാഹ്യമായ കാര്യങ്ങൾ നോക്കി ഒരാളെയും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല.
ബാഹ്യമായിട്ടോ ഇനി കുറെ അടുത്തിടപഴകിയാൽ, ചിലർക്ക് അങ്ങനെ പറഞ്ഞു, ഇടപഴകിയാൽ മനസ്സിലാവും. അങ്ങനെയും മനസ്സിലാവില്ല. ദാമ്പത്യത്തിന് മുമ്പുള്ള ജീവിതത്തിൽ എത്രത്തോളം അടുത്തിടപഴകിയാലും ദാമ്പത്യം ആരംഭിക്കുമ്പോൾ തനി സ്വരൂപം പുറത്തു വരും. സ്വന്തമായി മാറുമ്പോൾ, ജീവിതത്തിലായി മാറുമ്പോൾ അവനവന്റെ പരിമിതികളൊക്കെ പുറത്തു വരാൻ തുടങ്ങും. ഈ പരിമിതികളെ അംഗീകരിച്ച്, കുറവുകളെ അംഗീകരിച്ച് സ്വീകരിക്കുമ്പോഴാണ് പങ്കാളിമാർ തമ്മിൽ സ്നേഹം ഉണ്ടാകുക. തന്റെ പങ്കാളിയുടെ കുറവിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച് അയാൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായിട്ട് മാറുമ്പോഴാണ് ദാമ്പത്യം എന്ന ബന്ധം ഉണ്ടാകുക. പ്രണയം ഉണ്ടാകുന്ന അവിടെയാണ്, സ്വയം ദാനശേഷി. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറഞ്ഞ ഉപദേശം നിങ്ങൾ സ്വീകരിക്കരുത്. ആരെങ്കിലും അബദ്ധവശാൽ അങ്ങനെ ചെയ്താൽ നിശ്ചയമായിട്ട് തങ്ങൾ ചെയ്യുന്നത് ദൈവിക പ്രവൃത്തിക്കെതിരായിട്ടുള്ള ഒരു നിലപാടായിട്ട് മാറും. ഇനി ഇങ്ങനെ പ്രാർത്ഥനാ ക്യാപ്സൂളുകൾ നൽകുന്നവരൊക്കെ നൽകുന്ന വചനം ഏതായിരിക്കും? നിശ്ചയമായിട്ട് നമുക്ക് ഉറപ്പിക്കാം അത് പഴയ നിയമമായിരിക്കും, പുതിയ നിയമമായിരിക്കില്ല. എന്തുകൊണ്ടാണ് ഈ പഴയ നിയമം ഇങ്ങനെ തരുന്നത്? കാരണം നമുക്ക് പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ഈ നിഷ്ഠ, അനുഷ്ഠാന ബലം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പുതിയ നിയമം ഒരു സ്വാതന്ത്ര്യത്തിന്റെ നിയമമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുക, സ്നേഹമൊഴിയുക മറ്റൊന്നില്ലെന്ന് പറയുന്ന നിയമമാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും തരത്തിൽ വാഗ്ദാനങ്ങളെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ പഴയ നിയമം വേണം. വാഗ്ദാനം പൂർത്തിയായി ക്രിസ്തുവിൽ, ഇനി വേറെ വാഗ്ദാനം ഇല്ല. വിശുദ്ധ ഗ്രന്ഥം വാഗ്ദാനത്തിന്റെ പുസ്തകമാണ്. എവിടെ വരെ? സുവിശേഷം വരെ. സുവിശേഷത്തിൽ എങ്ങനെയാണ്? വാഗ്ദാനം നിറവേറപ്പെട്ട വാഗ്ദാനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വാഗ്ദാനം പറയണമെങ്കിൽ പഴയ നിയമം വേണം. സുഭാഷിതങ്ങളിൽ 19-ാം അധ്യായത്തിൽ 14-ാം തിരുവചനമാണ് ഒരു ക്യാപ്സൂൾ. വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്നു, വിവേകവതിയായ ഭാര്യയാകട്ടെ കർത്താവിന്റെ ദാനമാണ്. പഴയ നിയമ പശ്ചാത്തലത്തെ നമ്മൾ ഓർക്കണം. പാട്രിയാർക്കലായ പുരുഷാധിപത്യപരമായ ഒരു സമൂഹമാണ്. അവിടെ പുരുഷനെ കേന്ദ്രീകരിച്ചാണ് ജീവിതം. സ്ത്രീക്ക് അവിടെ വിലയില്ല. സ്ത്രീ ഒരു കമ്മോഡിറ്റിയെ പോലെയാണ്. അവൾ ശപിക്കപ്പെട്ടവളാണെന്നാണ് യഹൂദന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ മേലാണ് ഇത് പറയുന്നത്. അന്ന് നിലനിന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്താണ് ഇത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വചനം പറയുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇങ്ങനെ പഴയ നിയമത്തിൽ ഇങ്ങനെ പറയും, പുതിയ നിയമത്തിൽ മാറ്റി പറയുകയും ചെയ്യുമ്പോൾ രണ്ടും രണ്ട് ദൈവമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പഴയതിൽ കൊല്ലാൻ പറഞ്ഞു, പഴയതിൽ അടിക്കാൻ പറഞ്ഞു, നിങ്ങൾക്കെതിരായവരെ തള്ളിക്കളയാൻ പറഞ്ഞു, അവരോട് സ്നേഹബന്ധം പാടില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു സ്നേഹിക്കണം, അടിക്കരുത്, കൊല്ലാൻ വന്നാൽ നിന്നു കൊടുക്കണം, മരിക്കണം എന്ന് പറയുന്നു. രണ്ടും രണ്ട് ദൈവമാണോ? ഈശോയുടെ കാര്യം വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ വിവാഹബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്. മോശ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാം എന്നന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് യഹൂദൻ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കർത്താവ് പറയും, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ്. അന്ന് കാഠിന്യമുള്ള ഹൃദയമാണ്. ആ കാഠിന്യമുള്ള ഹൃദയത്തിൽ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുമില്ല. കർത്താവിന്റെ ആത്മാവ് ക്രിസ്തുവിലാണല്ലോ നൽകപ്പെട്ടത്. അതുകൊണ്ട് അന്ന് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ, അവന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ അന്ന് സംസാരിച്ചു പൂർവ്വപിതാക്കന്മാരിലൂടെ. ഇപ്പോഴാകട്ടെ ക്രിസ്തു സമ്പൂർണതയിൽ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, നമ്മെ ബലപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം നമ്മോട് പറയുന്നു. അതിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. വീണ്ടും സുഭാഷിതങ്ങൾ 18:22 ക്യാപ്സൂളിലെ അടുത്ത വചനം. അതെങ്ങനെയാണ്? ഉത്തമയായ ഭാര്യയെ ലഭിക്കുന്നവൻ ഭാഗ്യവാനാണ്, അത് കർത്താവിന്റെ ഒരു അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. ദൈവം ആദിയിൽ തന്നെ സ്ത്രീയും പുരുഷനുമായി വേർപെടുത്തി ഒന്നിച്ചൊരു കൂട്ടായ്മയാക്കി. ദൈവം ആ പൂർണ്ണതയിലാണ് അവനെ മനുഷ്യ എന്ന് വിളിക്കുന്നത്. ആദ്യമേ തന്നെ തന്ന ഭാഗമാണ്. ദൈവം നമ്മിൽ നിന്നെടുത്ത് നമുക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണ് പങ്കാളിയെ. അതുകൊണ്ട് പങ്കാളിത്തത്തിനകത്ത് നാം തിരിച്ചറിയേണ്ടതുണ്ട്, പഴയ നിയമത്തിന്റെ വാക്കുകൾക്ക് പ്രാമുഖ്യം കൊടുക്കാതെ ക്രിസ്തുവിൽ അവയെ പരിശോധിക്കേണ്ടതുണ്ട്. പങ്കാളി യഥാർത്ഥത്തിൽ ഒരു ഭാഗം തന്നെയാണ്. ദൈവം ആദ്യം മുതലേ അങ്ങനെയാണ് നമ്മെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ക്യാപ്സൂളിലെ അടുത്ത വചനം സങ്കീർത്തനം 37:4 കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. നിന്റെ പ്രതീക്ഷകളിൽ ആനന്ദിക്കാതെ, നിന്റെ ഇഷ്ടങ്ങളിൽ ആനന്ദിക്കാതെ നീ എപ്പോൾ മാറുന്നു അപ്പൊ കർത്താവിൽ ആനന്ദമാണ്. സ്വന്തം ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും കുടുങ്ങിപ്പോകുമ്പോഴാണ് ദൈവാത്മാവിൽ ആനന്ദിക്കാൻ പറ്റാതെ പോകുന്നത്. ഇങ്ങനെ വചനം നൽകിക്കൊണ്ട് ഈ വചനം 3 നേരം ഡെയിലി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പങ്കാളിയെ ലഭിക്കുന്ന പറയും. ഇത് യോങ്കിച്ചോ പറയുന്നത് പോലെ 4th ഡൈമെൻഷൻ പ്രെയർ ആണ്. കത്തോലിക്ക വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതല്ല. 4th ഡൈമെൻഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? നിങ്ങൾക്കൊരു വസ്തുവോ താല്പര്യമുണ്ടെങ്കിൽ ആ വസ്തുവിനെ നിങ്ങൾ പൂർണ്ണമായി കണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്നാണ്. ഒട്ടുമേ ആത്മീയമായ കാര്യമല്ല. നമ്മളൊരു വസ്തു നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവമേ, എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, ആഗ്രഹം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, നിന്റെ ഇഷ്ടം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കാവൂ, അത് നിന്റെ ഇഷ്ടത്തിനെതിരാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോഴാണ് ക്രിസ്തുവിനോട് ബന്ധം ഉണ്ടാകുക. ബന്ധത്തിന്റെ പേരാണ് പ്രാർത്ഥന. കാര്യം നേടിയെടുക്കുന്ന കുറുക്കു വഴിയല്ല പ്രാർത്ഥന. അപ്പൊ ഇങ്ങനെ അബദ്ധങ്ങൾ പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കാനാ പറയും.
നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ എഴുതി വെക്ക്. 1 മക്ബായർ 10-ാം അധ്യായം 56-ാം തിരുവചനം പറഞ്ഞുകൊണ്ടാ പറയണേ. കേൾക്കുമ്പോൾ വചനം പറഞ്ഞുകൊണ്ടാണ്. ആ വചനം മാത്രം എടുത്തു വായിച്ചാൽ ശരിയാണ്. നീ എഴുതി വെക്കൂ, അതുപോലെ നീ എഴുതിയതുപോലെ തന്നെ നിനക്ക് ഞാൻ ചെയ്തു തരുമെന്നാ പറയണേ. പക്ഷെ ഇതെവിടെയാണ്? ഇത് ആരോട് പറഞ്ഞതാണ്? ഇത് ദൈവത്തിന്റെ അരുളപ്പാടല്ല. ഒരു രാജാവ് യുദ്ധത്തിനകത്ത് സമാധാന സന്ദേശം അയക്കുമ്പോൾ, സന്ധി സംഭാഷണം നടത്തുമ്പോൾ ആ സന്ധി സംഭാഷണമായിട്ട് അയച്ച കത്തിന് മറുപടി കൊടുക്കുന്നതാണ്. അതെടുത്തിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. ശരിക്കും പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ ഇങ്ങനെ പെറുക്കിയെടുത്ത് നാം പറയുന്നതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പ്രൊട്ടസ്റ്റന്റ് രീതിയാണ്, ഒരിക്കലും കത്തോലികമായ രീതിയല്ല. നമ്മളതിനെ അനുവർത്തിക്കാൻ പാടില്ല. വചനത്തെ സമഗ്രതയെ കാണണമെങ്കിൽ അതിന് മുൻപും പിൻപുള്ള ഭാഗവും കൂടി നമ്മൾ വായിക്കണം. പിന്നെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണം. ഇതെന്തിനു പറഞ്ഞു എന്നതിന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. ആന്തരികാർത്ഥത്തിൽ, എഴുത്തിലല്ല മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ നാം തിരിച്ചറിയണം ഇത്തരം പ്രാർത്ഥനകളിൽ കൊടുക്കരുത്. ഇതേപോലെ നിരവധിയായ സന്ദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അതിലെല്ലാം ഓരോ വചനങ്ങൾ കൊടുക്കുകയാണ്. ഈ വചനം നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഈ വചനം നിങ്ങൾ എഴുതിയാൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വചനം പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നു. ഇനി തോബിത്തിന്റെ പുസ്തകത്തിലെ കാര്യം പറഞ്ഞിട്ട് പൈശാചിക ബാധകളെ ഓടിക്കാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോ മീനിന്റെ കരലെടുത്ത് പുകയ്ക്കുന്ന കാര്യം പറയുന്നു. തോബിത്ത് പഴയ നിയമത്തിലെ കാര്യമാണ്, പഴയ നിയമത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അതെന്തിനു വേണ്ടിയാണ്? അത് ക്രിസ്തുവിലേക്കുള്ള വരവിന്റെ മുന്നോടികളെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പഴയ നിയമം. ഒരിക്കലും പൂർണ്ണതയല്ല. ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിച്ചു പൈശാചിക തിന്മകൾ എന്നേക്കുമായി തല താഴ്ത്തി ക്രിസ്തു കുരിശിലവയെ പരാജയപ്പെടുത്തി. ഇനി അവന് അധികാരമില്ല. അങ്ങനെ ഇരിക്കെ പരാജയപ്പെട്ട പിശാചിനെ ഇപ്പോഴും നിർവാഹകനാക്കി നമ്മുടെ കൂടെ നിർത്തുന്നതിന്റെ ഉദ്ദേശം സുവിശേഷ പ്രഘോഷണമല്ല, അതൊരു പൈശാചിക പ്രഘോഷണമാണ്. ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാനോ ആരെങ്കിലും ആക്ഷേപിക്കാനോ അല്ല ഇങ്ങനെ പറയുന്നത്. പറയുന്നവർ അറിയാതെയാണ് പറയുന്നതെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം പ്രഘോഷണങ്ങൾ വിശ്വാസ വളർച്ചയ്ക്കല്ല ഉപകരിക്കുക, മനുഷ്യന്റെ ഉന്നതിക്കല്ല ഉപകരിക്കുക. അത് അവനെ അധപ്പതനത്തിലേക്ക് നയിക്കാൻ മാത്രമായിരിക്കും. ഇനിയും പറയാനാണെങ്കിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. വേറൊരിടത്ത് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കെട്ടുകളും അഴിക്കാൻ ദണ്ഡവിമോചനങ്ങൾക്ക് കഴിയും. ദണ്ഡവിമോചനം നേടുന്നതിലൂടെ നിങ്ങൾക്ക് വിവാഹ തടസ്സം മാറ്റാൻ പറ്റും. പലർക്കും എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് പ്രഘോഷണം. സഭയുടെ ആധികാരികമായ ഒരു പഠനത്തെയാണ് വികലമാക്കി വേദിയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. വിശുദ്ധരുടെ സുഹൃതങ്ങൾ സഭയുടെ ഭണ്ഡാകാരത്തിലുണ്ട്. ഈ സുഹൃത ഭണ്ഡാകാരത്തിൽ നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈ സുഹൃതങ്ങൾ തരും. അങ്ങനെ നമ്മളെ ബലപ്പെടുത്തും. അതായത് നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ നന്മകൾ ചെയ്തവരാണ് പരിശുദ്ധമ്മയും വിശുദ്ധന്മാരും വിശുദ്ധകളും. അങ്ങനെ വിശുദ്ധരുടെയും പരിശുദ്ധ അമ്മയുടെയും സുഹൃതങ്ങൾ സഭയുടെ നിക്ഷേപത്തിലുണ്ട്. ആ നിക്ഷേപത്തിലുള്ള സുഹൃതങ്ങളെ നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് തരും. പാപം ചെയ്തതിന് ശേഷം കുമ്പസാരം കഴിഞ്ഞാലും നമുക്ക് എന്ത് കുഴപ്പമുണ്ട്? പാപം ചെയ്യാനുള്ള പ്രേരണ നിലനിൽക്കും. താൽക്കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് അത് ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ടാലും വിട്ടുപോകാതെ നിൽക്കുന്ന പാപവാസന. ഈ പാപവാസന നിരന്തരം വീണ്ടും അത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നുണ പറഞ്ഞുകൊണ്ടിരുന്ന ആളെ വീണ്ടും നുണ പറയാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്ന് അയാൾക്ക് അങ്ങനെ മോചനം നേടാൻ പറ്റും. അവിടെയാണ് സഭ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഈ സുഹൃത ഭണ്ഡാകാരത്തിൽ നിന്ന് ഈ സുഹൃതങ്ങൾ നമുക്ക് നൽകും. കുമ്പസാരിച്ചൊരുങ്ങി സഭ നിർദ്ദേശിച്ചുള്ള പ്രാർത്ഥനകൾ. ഇപ്പൊ 3 മണിക്ക് യേശുവിന്റെ 5 തിരുമുറിവുകൾ ഓർത്ത് ധ്യാനിച്ച് സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞു പറയും ത്രിത്വസ്തുതിയിൽ പ്രാർത്ഥിച്ചാൽ ഒരു ദണ്ഡവിമോചനമുണ്ട്. കുമ്പസാരിച്ചൊരുങ്ങി കുരിശിന്റെ വഴി ചൊല്ലി അതിന്റെ അവസാനം പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ പറയും ഒരു ത്രിത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദണ്ഡവിമോചനമുണ്ട്. പാപവാസനയുടെ സമ്മർദ്ദത്തിൽ നിന്ന് മോചനം കിട്ടും. വൈവാഹിക തടസ്സം ഒരു താൽക്കാലിക ശിക്ഷയല്ല. ദണ്ഡവിമോചനം കൊണ്ട് അത് മോചനം കിട്ടണമെങ്കിൽ അതൊരു താൽക്കാലിക ശിക്ഷയാകണം. ഭൂമിയിൽ അനുഭവിക്കുന്ന രോഗങ്ങളോ കഷ്ടതയോ ഞെരുക്കമോ തടസ്സങ്ങളോ പാപത്തിനുള്ള താൽക്കാലിക ശിക്ഷയല്ല. അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങളിൽ കുടുങ്ങാതിരിക്കണം. സാക്ഷ്യപ്പെടുത്തുന്ന ഇത്തരം അബദ്ധങ്ങൾ യഥാർത്ഥത്തിൽ ലോട്ടറി പോലെയാണ്. 1000 പേര് പ്രാർത്ഥിച്ചു, ഒരാൾക്ക് കാര്യം നടന്നു, അയാൾ സാക്ഷ്യം പറഞ്ഞു. അയാൾക്ക് കാര്യം നടന്നത് സ്വാഭാവികമായിട്ടാണ്. അയാൾ ഈ പൊട്ടത്തരം ചെയ്തിട്ടല്ല, പക്ഷേ അയാളത് വിശ്വസിക്കുന്നു ഇതിങ്ങനെ ചെയ്തിട്ടാണെന്ന്. ഒപ്പം തന്നെ അത് പ്രഘോഷിക്കപ്പെടുമ്പോൾ മറ്റനേകരും വിശ്വസിക്കുന്നു. അങ്ങനെ അബദ്ധങ്ങൾ, അനുഭവത്തിന്റെ അബദ്ധങ്ങൾ സാക്ഷ്യമായിട്ട് പ്രചരിക്കുന്നു. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമായി ഒട്ടും ബലം പ്രയോഗമില്ലാതെ കർത്താവായ യേശുവിൽ പ്രത്യാശ വയ്ക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അവൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ചേർന്നണയെ നൽകും. വിശ്വസിക്കുക. ഈശോ അത് ഉറപ്പിച്ചിട്ടുണ്ട്.
അങ്ങനെ ദൈവം തന്ന ഇണയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ നിങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കാൻ അവിടത്തേക്ക് കഴിയും. വിശുദ്ധയുടെ മാധ്യസ്ഥം നമ്മുടെ കൂടെയുണ്ട്, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥമുണ്ട്, മിസ്റ്റർ റഫായലിന്റെ മാധ്യസ്ഥമുണ്ട്. ഇതൊന്നുമില്ലാതില്ല. ഈ മാധ്യസ്ഥമൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമായി വിശ്വാസപൂർവ്വം നിരാശയൊക്കെ വിടിഞ്ഞ് കർത്താവിനോടുള്ള സ്നേഹത്തിൽ പുരോഗമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്റെ പങ്കാളിയെ എവിടെയാണെങ്കിലും എനിക്ക് കാട്ടിത്തരണമേ. അങ്ങനെ പരിപൂർണതാ മാർഗത്തിൽ പുരോഗമിക്കാൻ, എന്നെ തന്നെ പകർത്തു കൊടുക്കാൻ, അവരെന് വേണ്ടി സ്വയം ഉപേക്ഷിക്കുന്നവനായി ജീവിക്കാൻ, ദൈവസ്നേഹം അനുഭവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഏത് തടസ്സമുള്ളവരുടെയും തടസ്സങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.